ആരാ? ഈ തൊടിയിൽ കയറണമെങ്കിൽ അനുവാദം വേണമെന്ന് അറിഞ്ഞുകൂടെ? ആരാ മുറ്റത്ത്? ഞങ്ങൾ ഈ വഴിയിൽ പോകുമ്പോൾ ഈ ഇല്ലം കണ്ടു. അപ്പ കേറിയതാ തമ്പുരാൻ. ഈ തൊടിയിൽ കാലുകുത്തണമെങ്കിൽ അനുവാദം വേണം. അറിയില്ല തമ്പുരാൻ, വഴിയിൽ ആരെയും കണ്ടില്ല ചോദിക്കാൻ. തമ്പുരാനെ, ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ? പറ്റില്ല. വെറുതോ അയിത്തോ ആക്കണ്ട. നിന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ പോകാം. ശരി തമ്പുരാൻ, ഞങ്ങളിവിടെ നിന്നോളാം. എന്താണ് അറിയേണ്ടത്? ഞങ്ങൾ കുറെ ഇല്ലങ്ങളിൽ പോയി. ഇല്ലങ്ങളെല്ലാം ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുക. അതെന്താ കാരണം? ചോദിക്കുന്നതുകൊണ്ട് ദേഷ്യം തോന്നരുത്. ഇവിടുത്തെ ഇല്ലത്തിന് എന്ത് സംഭവിച്ചു? എന്നാ പറയാം, കേട്ടോളൂ. 65 വർഷമായി ഇവിടെ കാവലിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഈ മുറ്റത്ത് ആരെയും കണ്ടിട്ടില്ല. ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു ഇല്ലമാണ് നമ്മുടെ ഇല്ലം. പാട്ടും കൂത്തും അങ്ങനെ എത്ര സന്തോഷമായിരുന്നു. കുട്ടികളുടെ നൃത്തം ഇപ്പോഴും കണ്ണിൽ തെളിയുന്നു. പറന്ന് കാഷ്ടിച്ചു കാകളം. ദുരിതം, അനിഷ്ടം സംഭവിക്കാൻ പോണു ഈ ഗ്രാമത്തിന്. കാകളം വരുമ്പോൾ ആട്ടിപ്പായ്ക്കാൻ പറ്റാത്ത ഭൂതങ്ങള്, കാവല്, തിന്നു മുടിക്കാൻ കുറെ ഭൂതങ്ങളും. വാ നടക്ക ഇല്ലത്തേക്ക്. നിർത്തണ്ട കുട്ടികളെ, നൃത്തം. കളിച്ചോളൂ കുട്ടികളെ, കളിച്ചോളൂ. നമ്മുടെ സന്തോഷവും സമാധാനവും നിലയ്ക്കാൻ പോണു. ദുരന്തം വരാൻ പോണു ഈ നാട് മുഴുവനും. ഇനി വരാനുള്ളത് നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ഞാൻ പോണു ഇല്ലത്തേക്ക്. മാന്യമഹാഗ്രാമവാസികളെ, നമ്മുടെ ഗ്രാമം വളരെ ബുദ്ധിമുട്ടിലാകുന്നു. വസൂരി ബാധിച്ച വ്യക്തികൾ നമ്മുടെ നാട്ടിലെ ആസ്പത്രിയിലേക്ക് വരേണ്ടതാണ്. അങ്ങനെ വരാത്ത പക്ഷം ഞങ്ങൾ നിർബന്ധമായും കൊണ്ടുപോകുന്നതായിരിക്കും. ഇതാണ് പഞ്ചായത്തിന്റെ മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അച്ഛാ, വിശന്നിട്ട് വയ്യ, വേദനിക്കണം അച്ഛാ. ദേഹത്തുള്ള പൊളങ്ങളൊക്കെ പൊട്ടിത്തുടങ്ങി. വേദനിക്കണോ അച്ഛാ, വേദനിക്കണോ, വേദനിക്കണോ അച്ഛാ. മക്കളെ, ശബ്ദമുണ്ടാക്കരുത്. ശബ്ദം പുറത്തു വന്നാൽ വൈദ്യശാലയിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മളെ കൊണ്ടുപോകും.
അവർ കൊണ്ടുപോയാൽ പിന്നെ നമ്മുടെ ശവശരീരം മാത്രമേ തിരിച്ചു കിട്ടൂ. എന്റെ മക്കൾ ഒച്ച ഉണ്ടാക്കരുത്. മക്കളെ, അച്ഛൻ തമ്പുരാൻ വൈദ്യം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം മാറും. കഞ്ഞി കാലാവുന്നുണ്ട്, അതും കുടിച്ച് മക്കള് സുഖമായി ഉറങ്ങിക്കോളൂ കേട്ടോ. ഉറക്കം വന്നില്ലെങ്കിൽ അച്ഛൻ തമ്പുരാൻ പാട്ട് പാടി തരും. വേദന മാറാൻ അങ്ങനെ മാറിയില്ലെങ്കിൽ അച്ഛൻ മാറ്റിത്തരാം. മോൾ ഉറങ്ങിക്കോളൂ, അച്ഛൻ പാട്ട് പാടിത്തരാം. കേട്ടോ? ആരീരാരോ ആരീരാരോ പാടാൻ കഴിയുന്നില്ല മക്കളെ. എന്റെ മക്കളുടെ കിടപ്പ് കണ്ടിട്ട് പാടാൻ കഴിയുന്നില്ല. മോൾ ഉറങ്ങിക്കോളൂ, അച്ഛൻ ഉറക്കിത്തരാം. ചേച്ചി ഉറങ്ങിയോ? ചേച്ചി ഉറങ്ങി മക്കളെ. ഞങ്ങളെ ഉറക്കിത്താ അച്ഛ. എന്റെ മക്കളെവിടെ? കാണാനില്ലല്ലോ. മക്കളെ കാണണോ സാവിത്രിക്ക്? കണ്ടാൽ ഒച്ച വെക്കരുത്. കണ്ടോളൂ. എന്താ ചെയ്തു വരാൻ? മക്കളുടെ വേദന കണ്ട് സഹിക്കണില്ല സാവിത്രി. മക്കളും പോയി, നാട്ടുകാരും പോയി. ഇനി എന്തിനാ നമ്മള്? നമുക്കും പോകാം ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക്. ചത്താൽ ശവം നാറും, നാറിയാൽ ആളുകൾ അറിയും, അറിഞ്ഞാൽ ഓടിക്കൂടും, കൂടിയാൽ തോടുകൾ വെട്ടും. കാറ്റിവിടെ, ദുർഗന്ധമെവിടെ? ഓടിക്കൂടിയ ആളുകൾ എവിടെ? അവശേഷിക്കുന്ന ഈ മൺകൂനകൾ മാത്രം.